ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഈ സൗണ്ട് കണ്ടിട്ട് എനിക്ക് ഒട്ടും വയ്യ കേട്ടോ. നല്ല ജലദോഷവും പിന്നെ തുമ്മലൊക്കെ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ തലേ ദിവസം ലൈറ്റ് കാണിക്കാൻ കൊണ്ടുപോയതാണ്, നമ്മുടെ പൂപ്പിയും പാച്ചുവിനെയൊക്കെ. അപ്പോൾ ഇത് പൊങ്കാലയുടെ തലേ ദിവസത്തെയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരും ഇതാ കല്ലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദൂരേന്ന് വരുന്നവർ പോലും ഇവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുൾ പൊങ്കാലയാണ് കേട്ടോ. നമ്മുടെ വീടിനകത്തും ഫുൾ പൊങ്കാലയാണ്. അപ്പം ഇതൊക്കെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോഴത്തേക്ക് രാത്രി വന്ന് എല്ലാവരും അവരവരുടെ കല്ലുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് വെച്ചാൽ എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. തലേ ദിവസം പൊങ്കാലയുടെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫുൾ പൊങ്കാലയുടെ ആ ഒരു വൈബെന്ന് തന്നെ പറയാം. ഇത് രാവിലെയാണ്, വെളുപ്പാങ്കാലമാണ്. അപ്പോൾ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് തിരളി വരുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. മണ്ടപ്പുറ്റ് ഇതൊക്കെ ഉണ്ടല്ലോ വീടിൻ്റെ അകത്തൊക്കെ മിക്കവരും ഇടുന്നുണ്ട്. നെയ്യാറ്റിൻകര ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരും, വെളുപ്പിനെ അവരൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത് ആ വെളുപ്പാങ്കാലത്തെ സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മുടെ പൂപ്പിക്കുട്ടനാണ് നമ്മൾ പുറത്ത് വിടത്തില്ല ഈ സമയം, കാരണം അവൻ വന്നു കഴിഞ്ഞാൽ മൊത്തം അലമ്പാക്കുക. അതുകൊണ്ട് വീടിനകത്ത് കാണും കേട്ടോ. അതുകൊണ്ട് അവനെ കൂട്ടിൽ ഇതുവരെ ഞങ്ങൾ ആക്കാറില്ല, പുറത്ത് തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രാവിലെ എല്ലാ വർഷവും ഉള്ളതാണ് അമ്മയുടെ സാമ്പാർ. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എല്ലാ വർഷവും. അപ്പോൾ രാവിലെ അമ്മ എണീറ്റ് ഇഡ്ഡലി, സാമ്പാർ, അതുപോലെ വടയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും നമ്മുടെ വീടിനകത്തിരിക്കുന്നവർക്കൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ ഉച്ചയ്ക്കായിരുന്നാലും ഭക്ഷണമുണ്ട്. അപ്പോൾ കണ്ടോ രാവിലെ എല്ലാവരും വൈബിലിരിക്കുവാണ്. രാവിലെ നമ്മുടെ പാച്ചുക്കൂട്ട എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇത് വെളുപ്പാൻ കാലമാണ്. അപ്പോൾ അവളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും അവളെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാനിത് എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ റോഡിലൊക്കെ പോയി നോക്കുകയാണ് ആൾക്കാരൊക്കെ വന്നു എന്നൊക്കെ. അപ്പോൾ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും സെറ്റാക്കി. ഇനി പൊങ്കാല തുടങ്ങിയാൽ മാത്രം മതി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, ഇഡ്ഡലിയും സാമ്പാറും. പിന്നെ ഞാൻ വട കഴിച്ചില്ലായിരുന്നു, കാരണം എനിക്ക് എന്തോ കഴിക്കാൻ മൂടില്ലാത്തത് കൊണ്ട് ഞാനന്ന് കഴിച്ചില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും കേട്ടോ. വീടിനകത്ത് പൊങ്കാല ഇടുന്നവർക്കൊക്കെ നല്ല അടിപൊളി സാമ്പാറായിരുന്നു എന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞു. രക്ഷയില്ലാത്ത സാമ്പാറായിരുന്നു കേട്ടോ, അത് എടുത്ത് പറയണം. അപ്പോൾ ഞാൻ 2 ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിട്ട് കുഴച്ചടിച്ച് ഞാൻ തിന്നാൻ പോവുകയാണ്. അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കിടിലമായിരുന്നു. എൻ്റെ അമ്മയുടെ സാമ്പാർ കിടിലമാണ് കേട്ടോ. ഇഡ്ഡലി കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ സാമ്പാർ നിറയെ വാരി ഒഴിക്കും കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സാമ്പാർ. ഇതിലെല്ലാ കഷ്ണങ്ങളും ഒക്കെ എടുത്തിട്ട് എന്നിട്ട് ഒരു കുഴച്ചടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആഹാ പൊളിയാണ് കേട്ടോ. എത്ര പേർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുഴച്ചടിച്ച് തുടങ്ങി. പിന്നെ ഉച്ചയായപ്പോഴേ ഞാൻ ചോറ് കഴിച്ചില്ല കേട്ടോ. അതിന് പകരം ഞാൻ ഇഡ്ഡലി, സാമ്പാറും വടയൊക്കെ വെച്ചിട്ടാണ് കഴിച്ചത്. രക്ഷയില്ലാത്ത സാമ്പാറായിരുന്നു കേട്ടോ. എടുത്തെടുത്ത് പറയുന്നത് കാരണം അത്രയും ടേസ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. ഇനി പോയി കുളിച്ച് പൊങ്കാലയ്ക്കൊക്കെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇടണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പൊങ്കാല ഇടുന്നില്ല, കാരണം പാച്ചുവിനെ നോക്കാനും ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കണമല്ലോ അകത്ത് കയറി അവൾ ഉറങ്ങുന്ന സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഡ്രസ്സ് എൻ്റെ ചേച്ചിക്കൊരു ക്ലോത്തിങ് സ്റ്റോറുണ്ട്, അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അടിപൊളി കുർത്തിയായിരുന്നു. ചൂടത്ത് നിന്നിട്ട് പോലും ചൂടറിയുന്നില്ലായിരുന്നു, അത്രയും കംഫർട്ടബിളായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ. വട മാത്രം നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടും കേട്ടോ. വീടിനകത്ത് പൊങ്കാല ഇടാൻ വരുന്ന എല്ലാവർക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും, അതുപോലെ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടൊക്കെ പുറത്തൊക്കെ വന്ന് നോക്കുകയാണ്. എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതുപോലെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പാച്ചുക്കുട്ടിയും റെഡിയായി നിൽപ്പുണ്ട്, ഡ്രസ്സൊക്കെ ഇട്ട് മേലൊക്കെ കഴുകി ആളിതാ സുന്ദരി കുട്ടിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ആദ്യമായിട്ടാട്ടോ പാച്ചുവിൻ്റെ ആദ്യത്തെ പൊങ്കാല കൂടിയാണ്. അപ്പോൾ ശ്രുതിയുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവൾ കാണാൻ ആ സാരിയിൽ. അപ്പോൾ ഈ സാരി ഉടുത്തപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഈ സാരി എവിടെന്നാ എന്നൊക്കെ. അപ്പോൾ ശ്രുതിയുടെ ക്ലോത്തിങ് സ്റ്റോറിനെ കുറിച്ച് പകുതി പേരും അപ്പം തന്നെ അറിഞ്ഞു കേട്ടോ. എന്നിട്ട് കുറേ പേര് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തിട്ടൊക്കെയാണ് തിരിച്ച് പോയത് തന്നെ. ഓക്കെ, അപ്പോൾ പൊങ്കാല തുടങ്ങാനുള്ള സമയമാകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് വിഷാറിയൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ പിന്നെ ഈ ചൂടല്ലേ അപ്പം ഡ്രിങ്ക്സ് കൊടുക്കാറുണ്ട് കേട്ടോ. ഫ്രൂട്ടിയാണ് ഇപ്രാവശ്യം കൊടുത്തത്. എല്ലാവർക്കും കേട്ടോ വിഷാറി കൊടുക്കും, നമ്മുടെ വീടിനകത്ത് പൊങ്കാല ഇടുന്ന എല്ലാവർക്കും. അപ്പം ചില ആൾക്കാർ വന്ന് വാങ്ങിക്കുക, എല്ലാവരും വാങ്ങും. പുറത്തുള്ള 2-3 പേരും വന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം
നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ വർഷവും വിടാൻ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇപ്രാവശ്യം 2-3 പേര് അല്ലാണ്ടും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാവരും നമ്മുടെ പൊങ്കാല ആരംഭിക്കാൻ തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പണ്ടാരടുപ്പിൽ ഇത് കത്തിക്കുന്ന സമയമായി. അപ്പോൾ പൊങ്കാലയുടെ സമയമായിട്ടുണ്ട്. എല്ലാവരും ചുട്ടൊക്കെ പിടിച്ച് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കൊണ്ട് കത്തിക്കാനായിട്ട്. നമ്മുടെ പൂപ്പിക്കുട്ടൻ ഇവിടെ ആൾ സെറ്റായിട്ട് നോക്കിയിരുന്നുണ്ട്. ആദ്യം പുറത്തിറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ അവൻ ആൾ ഓക്കെ ആണ്. കാരണം ഞാൻ എപ്പോഴും അകത്ത് ഉള്ളത് കൊണ്ട് അവൻ ഓക്കെ ആയതാണ്. അപ്പോൾ ഇതാ ശ്രുതി ഇതാ കത്തിച്ചിട്ട് നേരെ വരികയാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് കത്തിക്കാനായിട്ടും വേറെ ആൾക്കാർ വരും കേട്ടോ, ഈ തീയിൽ കത്തിക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മൾ പൊങ്കാല ആരംഭിച്ച് കഴിഞ്ഞു. അത്യാവശ്യം നല്ല ചൂടായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടല്ലേ, ഇപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇതാ അമ്മയും ശ്രുതിയൊക്കെ ഇതാ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ തെരളിക്കുള്ള സംഭവങ്ങളും വച്ചിട്ടുണ്ട്. അപ്പം അതും എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂടായിരുന്നു കേട്ടോ. ഇതെല്ലാവരും പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ അരി ഇടാറുണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ച് നമ്മൾ എല്ലാ വർഷവും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. എൻ്റെ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ, നല്ല കംഫർട്ടബിളായിരുന്നു കേട്ടോ. നല്ല കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ലൈനിങ് ഉൾപ്പെടെ ഉള്ളതാണ്. ആൻഡ് ഈ ചൂട് ഇത്രയും നിന്നിട്ട് പോലും ഈ പുകയുടെ ഇത് കണ്ണിലേക്കുന്നത് മാത്രമല്ലാണ്ട് ചൂട് എനിക്ക് എടുത്തിട്ടില്ല കേട്ടോ. അത്രയും കംഫർട്ടബിളായിരുന്നു ആ ഡ്രസ്സ്. ഇതാ ഒരു സൈഡിൽ ഇതാ തെരളി അമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ പൊങ്കാല ഇതാ ഒരു സൈഡിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ്, ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ്. കണ്ടോ, ഫുൾ പൊങ്കാലയാണ് കേട്ടോ. ആകെ ഒരു രസമാണ്, പാട്ടും മേളവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ പൊങ്കാല തകപ്പനായിട്ട് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അപ്പോൾ എല്ലാവർക്കും ഫ്രൂട്ടി കേട്ടോ, ഫ്രൂട്ടി വിതരണം തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മളെല്ലാം കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മളവിടെ ഇടാൻ വരുന്ന ആൾക്കാരെ മാക്സിമം കംഫർട്ടബിൾ ആക്കിയിട്ട് ഞങ്ങൾ വിടാറുള്ളൂ. അപ്പോൾ അതാ സ്മുത്ത് എല്ലാവർക്കും ഓടി നടന്ന് കൊടുക്കുവാണ് കേട്ടോ ഫ്രൂട്ടി. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആൾക്കാർ പൊങ്കാല സമയം നമുക്കറിയാമല്ലോ, എല്ലാവരും ഏകദേശം പൊങ്കാലയൊക്കെ ഇങ്ങനെ ഇട്ട് കഴിയുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നെ ഐസ്ക്രീം വിതരണം കാണും, പിന്നെ അവരടുത്ത് അന്നദാനങ്ങൾ കാണും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ പറ്റും കേട്ടോ. നല്ല രസമല്ലേ ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുക, അതൊക്കെ ഒരു വൈബ് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാനത് ചുറ്റി നടന്ന് ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുത്ത് നടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എല്ലാവരും നേദിക്കാനുള്ള സമയം. ഇപ്രാവശ്യം നമുക്ക് ആറ്റുകാൽ പൊങ്കാല നേരത്തെ ആയിരുന്നു കേട്ടോ നേദിച്ചത്. 1:30, സാധാരണ 2:30, 3 ആ അടുപ്പിച്ചൊക്കെയാണ് നേദിക്കുന്ന സമയം. പക്ഷേ ഇപ്രാവശ്യം വേഗം തന്നെ പൊങ്കാല ആരംഭിക്കുകയും ചെയ്തു. നേദിക്കുന്നത് 1:15 തീരുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നിവേദിക്കാനായിട്ട് പോറ്റിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത്. ഓരോ റെസിഡൻസി ഭാഗമായിട്ടുണ്ട്. ചില ആൾക്കാർ ഇത്ര ഏരിയ വരെ പോറ്റിമാർ വന്ന് നേദിക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ അവിടെ വരാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം എല്ലാവർക്കും പൊങ്കാല നേദിച്ച് വീടുകളിലൊക്കെ മാറണം. ഓക്കെ, അപ്പോൾ നേദിക്കാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും കലങ്ങളൊക്കെ തുറന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കൃത്യസമയം, അതായത് 1:15 എങ്ങോട്ടും ആയപ്പോഴത്തേക്ക് നേദിക്കാനുള്ള സമയമായി. അപ്പോൾ പോറ്റി നേദിച്ച് ഇങ്ങനെ വരികയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് നിറയെ പൊങ്കാല ഉള്ളത് കൊണ്ട് തന്നെ അങ്ങറ്റത്തു നിന്ന് ഇങ്ങറ്റം വരെ നേദിക്കുന്നതാണ്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവർക്കും പ്രസാദമൊക്കെ ആയിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി പൊങ്കാലയൊക്കെ ഇട്ട് ആ ഒരു സംതൃപ്തിയോടുകൂടി ദൈവത്തിന് അർപ്പിച്ച് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു സുഖമാണ് കേട്ടോ. ഈ വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ദൂരെ നിന്നൊക്കെ ആൾക്കാർ ടെമ്പോയിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഇരുന്ന് യാത്ര ചെയ്ത് പോവുക. അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ കാണും കേട്ടോ. അതൊക്കെ കണ്ടിങ്ങനെ വീടിൻ്റെ മുമ്പിലിരിക്കാൻ നല്ലൊരു സുഖമാണ്. അപ്പോൾ ഞങ്ങളതെല്ലാം നോക്കിയിട്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പൊങ്കാല ദിവസത്തെ വിശേഷങ്ങൾ. എനിക്ക് ഇടാൻ വൈകിപ്പോയത് കൊണ്ടാണ്, തീരെ വയ്യായിരുന്നു കേട്ടോ. അതുപോലെ എൻ്റെ ഈ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്, ഇപ്പോഴും വയ്യ. അപ്പോൾ ഇനി ഇടാൻ വൈകിയ പിന്നെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം തന്നെ വയ്യാണ്ടിരുന്നിട്ട് പോലും എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എക്സ്ക്യൂസ് ചെയ്യുക എൻ്റെ സൗണ്ടൊക്കെ.
ആ അപ്പോൾ പിന്നെ പറയാൻ പറഞ്ഞു കേട്ടോ, ഉച്ചയ്ക്ക് സദ്യ ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം ബോക്സിലാക്കിയാണ് കൊടുത്തത്. ചോറ്, സാമ്പാർ, അങ്ങനെ എല്ലാ കറികളൊക്കെ വെച്ചിട്ട് അവിയൽ എല്ലാം എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും വീണ്ടും വീണ്ടും എല്ലാ വർഷവും നമ്മുടെ അവിടെ തന്നെ വരുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ടേക്ക് കെയർ.